ഹായ്. അങ്ങനെ ഒരു 10-24 ദിവസം വീട്ടിൽ കുത്തിയിരുന്ന് നര കടിച്ചു മനുഷ്യൻ്റെ സ്വഭാവം മാറി തുടങ്ങിയപ്പോഴത്തേനും ഞാനും കൊച്ചും കൂടെ തീരുമാനിച്ചു, എങ്കിൽ പിന്നെ നമുക്കിവിടെ അടുത്തുള്ള ഒരു ഇത് കാണാൻ പോയാലോ, ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ, ഈ ഡിസംബർ ആയതുകൊണ്ട് തന്നെയും ഇവിടെ കൂണ് പോലെ എല്ലാ ജംഗ്ഷനിലും എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ ക്രിസ്മസ് മാർക്കറ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ 3 ദിവസത്തേക്ക് ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ബാഡ് ഹോമിൽ. അപ്പോൾ അതൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ വണ്ടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമുക്കൊരു 2 മിനിറ്റ് വണ്ടി നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എൻ്റെ പാർട്ട്ണറെ ഞാൻ വിളിച്ചിരുന്നു, അതായത് എൻ്റെ ഭർത്താവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിന് വരാൻ ഭയങ്കര സമ്മതക്കുറവ്. കാരണം ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ക്രിസ്മസ് മാർക്കറ്റിലാണ്. എൻ്റെ ജീവൻ വെച്ചിട്ട് ഒരു റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറല്ല, നീ വേണമെങ്കിൽ ഇപ്പോൾ കൊച്ചിനെ ഇവിടെ നിർത്തിക്കുമോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോഴത്തേക്കിന് കൊച്ചു പറഞ്ഞു, അമ്മ എവിടെ പോകുന്നോ അവിടെ ഞാനും പോകും, ഞാനിവിടെ നിൽക്കില്ല, എനിക്കിവിടെ നിൽക്കാൻ വയ്യെന്ന്. അങ്ങനെ ഞാനും കൊച്ചും കൂടെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ ബാഡ് ഹോംബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ബസ് ഇറങ്ങി ഇവിടുന്ന് നോക്കുമ്പോഴേ നമുക്ക് കുറച്ച് അത്യാവശ്യം കടകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം അവിടെ പോലീസ് കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ മാർക്കറ്റ് ആണെങ്കിലും എല്ലായിടത്തും പോലീസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇന്ന് ചെന്നപ്പോഴത്തേനും റൊമാൻറ്റിക് ഡേ ആയിരുന്നു. നിറച്ച ആളുകൾ ഫുഡ് കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് റൈഡിൽ കയറാൻ പറ്റിയില്ല. കാരണം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, അങ്ങനെ നമുക്ക് പോകാമെന്ന്. അപ്പോൾ അതിന് തൊട്ടടുത്ത ബസ് കയറാൻ അടുത്തടുത്ത് ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ ഉണ്ടൊരു ചെറിയ ക്രിസ്മസ് മാർക്കറ്റ്. പിന്നെ ഇത് കണ്ടോ, ഈ പോകുന്ന സ്ക്വയറുകളിലും ജംഗ്ഷനുകളിലും എല്ലാം ഇതുപോലെ വലിയ ക്രിസ്മസ് ട്രീകൾ നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് കാണുന്നതാണ്. രാത്രി കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. പകലായതുകൊണ്ട് തന്നെ ഈ ലൈറ്റുകളൊന്നും കത്തി നിൽക്കുന്നത് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിതേ ബസ് കയറാൻ അവിടെ നിന്നപ്പോൾ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെയുണ്ടൊരു ക്രിസ്മസ് മാർക്കറ്റ്. അവിടെയും നിറച്ച് ലൈറ്റുകളൊക്കെ ഇട്ട് വലിയ സംഭവമായിട്ട് അവിടെയും കുറച്ച് കടകളൊക്കെ ഓപ്പൺ ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പം അവിടെയും വലിയൊരു ക്രിസ്മസ് ട്രീ, ഇത് നിറച്ച് ലൈറ്റുകളൊക്കെ ആയിട്ട് മിന്നി കത്തുന്നു. അങ്ങനെ കുറച്ച് നേരം വന്ന് ഞങ്ങളുടെ ട്രെയിൻ നോക്കി നിന്നപ്പോഴത്തേക്കിന് അങ്ങനെ ഞങ്ങളുടെ ട്രെയിനും വന്നു. അപ്പോൾ ട്രെയിൻ കയറി ഇനിയും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അന്ന് നമുക്ക് റൈഡിൽ കയറാൻ പറ്റിയില്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടെ പോയി നമ്മൾ ഇന്ന് റൈഡിൽ കയറാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വാക്ക് കൊടുത്തിരുന്നു നമ്മുടെ അവിടുത്തെ റൈഡിൽ കയറ്റാമെന്ന്. അങ്ങനെ ഒരാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ മുഖമൊക്കെ മൂടി കിടക്കുന്നു. ഞാൻ വരുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു റിസ്ക്കുമില്ല, പ്ലീസ് എന്നെ ശല്യപ്പെടുത്തരുത്. ഇവിടെ തൊട്ടടുത്താണ് ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് ഫ്രാങ്ക്ഫർട്ടിലെ. അതുപോലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം വിടില്ല. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ആൾ എന്ത് ചെയ്താൽ വിടില്ല. അങ്ങനെ ഞാനും കൊച്ചും കൂടെ വളരെ സന്തോഷത്തോടു കൂടി റൈഡിൽ കയറാനായിട്ടുള്ള പോക്കാണ്. ഈ ആൾക്ക് ഇതൊക്കെ നല്ല കാണാപ്പാടമാണ് കേട്ടോ. കാരണം എന്നും സ്കൂളിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് അവിടെ ഈ മാർക്കറ്റിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് റൈഡൊക്കെ പണിയുന്ന പുള്ളി കണ്ടു. അപ്പോൾ ആ ഉത്സാഹത്തോടെ പോവുകയാണ്. അപ്പോൾ അതേണ്ട മാർക്കറ്റിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് പോലീസ് വണ്ടിയൊക്കെ നിറച്ച് പാക്ക് ചെയ്തിരിക്കുന്നു. അങ്ങോട്ട് വണ്ടി കയറാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ റെഡ് ക്രോസിൻ്റെ വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നു. എന്തെങ്കിലും അപകടം പറ്റിയാലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പം അകത്തോട്ട് വണ്ടി കയറാൻ പറ്റാത്ത രീതിയിൽ പരിപാടിയൊക്കെ കാണിച്ച് എല്ലാ സെറ്റപ്പൊക്കെ ആയി ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ ശരിക്കും ചമ്മി നാറിയ വിവരം അറിയുന്നത്. കാരണം ഇവിടെ 1-2 കടകൾ മാത്രമേ ഓപ്പൺ ആക്കിയുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കിന് പറയാണ് 5 മണി കഴിഞ്ഞിട്ട് നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കിന് ഓപ്പൺ ആവത്തുള്ളൂ. 5 മണി കഴിയുമ്പോൾ ഇവിടെ നൈറ്റ് ആകും. അപ്പോൾ തിരിച്ചപ്പോൾ തന്നെ കയറി ചെല്ലുന്ന നാണക്കേടല്ലേ എന്ന് വിചാരിച്ചതേ കുറച്ച് നേരം ഈ മാളിൽ വന്ന് ഞാനും കൊച്ചും കൂടി ഒന്ന് കറങ്ങി ഇച്ചിരി സാധനങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചുപോയി. എന്നിട്ട് ഞങ്ങൾ നിന്നില്ല. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് 5 മണിക്ക് ഞങ്ങൾ തിരിച്ചു വന്നു. കറക്റ്റ് 5 മണിക്ക്. എന്തായാലും ഈ ലൈറ്റത്ത് ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റ് കണ്ടേ അടങ്ങുമെന്നുള്ള ഇതിൽ ഞങ്ങൾ 2 പേരും വന്നു. അപ്പം നേരത്തെ വന്ന് ഞങ്ങൾ സീറ്റൊക്കെ ഉറപ്പിച്ച അവസ്ഥയ്ക്ക് ഈ പുള്ളി ആദ്യം തന്നെ ഓടിപ്പോവാണ് റൈഡിൽ കയറാനായിട്ട്. നോക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ഏതിലാണ് കയറേണ്ടതെന്നൊക്കെ. അങ്ങനെ ഓടി അവിടം വരെ എത്തിയപ്പോഴത്തേക്കിന് ഇതേ പോലീസൊക്കെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറി പാകൊക്കെ ചെയ്ത് കിടക്കുന്നു. അപ്പോൾ പുള്ളി അതൊക്കെ കട്ട് ചെയ്ത് വരികയാണ്. ഇനി പോകുന്ന വഴിക്ക് പോലീസ് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആൾ തിരിച്ച് ഞാൻ വരുന്നുണ്ടോ നോക്കിയാൽ ഞാൻ അപ്പം ചെന്നപ്പോഴത്തേക്കിന് ഇത് അത്യാവശ്യം ആളൊക്കെ ആയി കേട്ടോ. കടകൾ എല്ലാം ഓപ്പണായി, കടയ്ക്കെല്ലാം ഫ്രണ്ടിലേക്ക് ആളുകളായി. ആൾ ആദ്യമേ തന്നെ ഒരു ഒറ്റ ഓടത്തിൻ്റെ റൈഡിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് നിന്നത്. അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ നോക്കി നിന്നു. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. 2ാമത്തെ റൗണ്ടിന് ഞങ്ങൾ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് ബൈക്കിൽ മാത്രം കയറിയാൽ മതി അമ്മ, വേറൊന്നും കയറണ്ടെന്നുള്ള രീതിയിൽ പുള്ളി 2 കറക്കം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു അടുത്തതിന് ഇനിയും പിടിക്കുമായിരിക്കുമെന്ന്. പക്ഷേ എന്തോ എൻ്റെ കൊച്ചിന് ഭയങ്കര അനുസരണയാണ്. എനിക്ക് ബൈക്കിൽ മാത്രം കയറിയാൽ മതി എന്നുള്ള രീതിയിൽ ബൈക്ക് കഴിഞ്ഞപ്പോഴത്തേന് ആളിറങ്ങി എൻ്റെ കൂടെ വന്നു. പിന്നെ എല്ലാ കടയുടെ വാതിക്കലും ഞങ്ങൾ പോയി ഇച്ചിരി നേരം വായി നോക്കിയൊക്കെ നിന്നു. പിന്നെ അവിടെ കണ്ട ബ്രെഡുകളും കാര്യങ്ങളും ഞങ്ങൾക്ക് തീരെ പിടിക്കാഞ്ഞുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചില്ല. എല്ലായിടത്തും ഒന്ന് വായി നോക്കി നിന്നിട്ട് പൊന്നിക്ക് ഐസ്ക്രീമാണ് വേണ്ടതെന്ന് പറഞ്ഞു.
അപ്പം നമുക്ക് അവിടെ ഐസ്ക്രീം കിട്ടിയില്ല, അതുകൊണ്ട് ഐസ്ക്രീം ഉള്ളിടത്ത് തപ്പിപ്പോകും. ദേ ഇവിടെ വൈകുന്നേരം പാട്ടും ഡാൻസും ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ട്, അതിൻ്റെ സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല പാട്ടും നല്ല ഡാൻസും ഒക്കെ കാണാൻ പറ്റും. നമുക്കതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കാണാനൊന്നും വരത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതേ അവർ ഐസ്മാനെയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഐസ്ക്രീം വാങ്ങിക്കണമല്ലോ, ഐസ്ക്രീം വാങ്ങിക്കാനുള്ള പരിപാടിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ രാത്രി ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ നല്ല കട്ട തണുപ്പത്ത് നല്ല കട്ടയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി പതുക്കെ നടന്ന് ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ.